ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കൊല്ലം പാലത്തറ സ്വദേശിയാണ് മരിച്ചത്. ഈ മാസം ഇതുവരെ 12 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് 2 പേർക്ക് കൂടി പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എവിടെയാണ് ഇതിന്റെ ഉറവിടം? ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്യുന്നത്? ഇത് കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണോ? അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു മരണം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊല്ലം പാലത്തറ സ്വദേശിയുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത്. അതായത് ഈ മാസം മാത്രം 12 പേരുടെ ജീവൻ അമീബിക് മസ്തിഷ്ക ജ്വരം എടുത്തു എന്ന് പറയുന്നു. വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. എന്നാൽ നമ്മുടെ ആരോഗ്യ സംവിധാനം, നമ്മുടെ ആരോഗ്യ വകുപ്പ് ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. എന്നാൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് വേണ്ടത്ര ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തുന്നില്ല എന്നത് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ. കാരണം ഇങ്ങനെ രോഗം ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ മരണസംഖ്യയും ഉയരുന്നത് വലിയ രീതിയിൽ ഗൗരവത്തോടെ കാണേണ്ട വിഷയമായിട്ട് പോലും ആരോഗ്യ വകുപ്പ് എത്ര ജാഗ്രത പുലർത്തുന്നു എന്നത് നമുക്കിപ്പോൾ ആശങ്കയുയർത്തുന്ന സംഭവമാണ്, അല്ലെങ്കിൽ ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 65 പേർക്കാണ് നിലവിൽ രോഗബാധിത ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അനുദിനം രോഗം പിടിപെടുന്നവരുടെ എണ്ണത്തിലും അതോടൊപ്പം തന്നെ മരിക്കുന്നവരുടെ എണ്ണത്തിലും സംഖ്യകൾ കൂടുന്നത് വലിയ ആശങ്കയാണ് വരുത്തുന്നത്. നേരത്തെ മലബാർ മേഖലകളിലാണെങ്കിൽ ഇന്ന് തെക്കൻ കേരളത്തിലടക്കം ഈ രോഗം പിടിപെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ എവിടെയാണ് രോഗത്തിൻ്റെ ഉറവിടമെന്നത് ഇന്നും അജ്ഞാതമാണ്. എന്താണ് ഇങ്ങനെ രോഗം പടർന്നു പിടിക്കാനുള്ള കാരണമെന്നതും അജ്ഞാതമാണ്. സർക്കാർ പറയുന്നത്, അതായത് ആരോഗ്യവകുപ്പ് പറയുന്നത്, ഇത് ജലത്തിൽ നിന്നുണ്ടാകുന്ന അമീബ ശരീരത്തിലൂടെ പ്രവേശിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ ക്ലോറിനേഷൻ അടക്കം നടത്തുന്നു, നമ്മുടെ കിണറുകൾ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോഴും കൃത്യമായൊരു ഉത്തരം നൽകുവാൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മരണങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം, മരണങ്ങൾ തുടർക്കഥയായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ജനങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാതെ ആരോഗ്യവകുപ്പ് നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഇന്നും ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളത്. കൊല്ലം സ്വദേശിയാണ്, പാലത്തറ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് മരിച്ചത്. ചികിത്സയിലായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യ സംവിധാനം ഇതിൽ ഗൗരവത്തോടെ കൂടി കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ചില പഠനങ്ങളൊക്കെ നടത്താൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പഠനങ്ങളൊന്നും വേണ്ടവിധം ഫലവത്താകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെ കൂടി കാണണം. കാരണം ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യുകയാണ്? ഇതാ മരണങ്ങൾ ഇങ്ങനെ കൂടുന്നു. ഈ അവസ്ഥയിൽ എന്ത് പഠനമാണ് ഇവിടെ? എന്താണ് യഥാർത്ഥത്തിലൊരു പ്രതിവിധി? ഇതിൻ്റെ ഉറവിടം എവിടെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആരോഗ്യ വകുപ്പിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.